വെൽക്കം ടു മൾട്ടി ട്രേഡ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർഫസ് ഏരിയ ഓഫ് റൈറ്റ് പിരമിഡ്സ്. ഇന്നലെ നമ്മൾ പഠിച്ചത് ദ ഹൈറ്റ് ഓഫ് ദി റൈറ്റ് പിരമിഡ്സ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, പിരമിഡ് ഷേപ്പ്. സോ വി നോ ദാറ്റ് ഈ പിരമിഡിന് ഒരു സ്ക്വയർ ബേസ് ഉണ്ട്, പിന്നെ 4 ട്രയാങ്കുലർ സൈഡ്സ് ഉണ്ട്. So we call it as a pyramid. Now, in a surface area of a pyramid കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. When you calculate the surface area of the triangular faces, you need to use the slant height of the pyramid instead of its perpendicular height. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് the difference between the slant height and perpendicular height. നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇവിടെ ഒന്ന് വരച്ച് കാണിക്കാം. സോ ഹോപ്പ്ഫുള്ളി യു വിൽ റിമെമ്പർ. ഇപ്പം ആദ്യമായിട്ടായി ലെസൺ നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് വാച്ച് ദി പ്രീവിയസ് വീഡിയോ. ദാറ്റ് ഗിവ്സ് യു ദ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എ സ്ലാൻഡ് ഹൈറ്റ് ആൻഡ് എ പെർപെൻഡിക്കുലർ ഹൈറ്റ്. അപ്പം ഞാനിവിടെ വരയ്ക്കാൻ പോവാണ്. ഈ ട്രയാങ്കിളിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നേരെ എൻ്റെ ഇതിന് പറയുന്നത് പെർപെൻഡിക്കുലർ ഹൈറ്റ്. സോ ലെറ്റ്സ് സേ O2 E. ഇനിയും ഇവിടെ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിന് പറയുന്നതാണ് സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ, ദ O2 E ഈസ് കോൾഡ് ദ പെർപെൻഡിക്കുലർ ഹൈറ്റ്. അപ്പം ഇവിടുന്ന് താഴോട്ട് പോവുകയാണ്. സോ O2 E നേരെ ഡയറക്റ്റ് നടുക്കോട്ട് പോകുന്നതിന് പറയുന്നത് പെർപെൻഡിക്കുലർ ഹൈറ്റ് എന്നും, സൈഡിൽ നിന്ന് ഈ O2 let's say this is C, O2 C is the slant height. അപ്പോൾ സർഫസ് ഏരിയ കാണണമെങ്കിൽ നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് ആണ് ആവശ്യം, പെർപെൻഡിക്കുലർ ഹൈറ്റ് അല്ല. അപ്പോൾ സർഫസ് ഏരിയ കാണുന്നത് ആദ്യം കാണുന്നത് തന്നെ നമ്മൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ കാണുക. സോ വി നോ ദാറ്റ് ഇഫ് area of a square കാണുന്നത്, if it is 10 is given as one side, all the sides are the same in a square. So ഈ ബേസ് കാണണമെങ്കിൽ we just need to square that number. For example, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 10ഉം 5ഉം ആണ്. അപ്പം നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 10 എന്നാണ് തന്നിരിക്കുന്നത്, സൈഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 5, സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് 5ഉം തന്നിട്ടുണ്ട്. സോ what is the formula to find? So നമുക്ക് ആ ഫോർമുലയും കൂടെ ഒന്ന് നോക്കാം. സ്ക്വയർ ഓഫ് ദ ബേസ്, ദാറ്റ് ഈസ് ബി സ്ക്വയർ. സോ 5 ആയതുകൊണ്ട് നമുക്ക് 5 സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. പിന്നെ 2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ 2 ടൈംസ് ബേസ് ഈസ് 5. ഹൈറ്റ് എന്ന് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ് ആണ്, പെർപെൻഡിക്കുലർ ഹൈറ്റ് അല്ല. സ്ലാൻഡ് ഹൈറ്റ് ഈസ് 10. സോ 2 ഇൻറ്റു 5 ഇൻറ്റു 10. പിന്നെ അത് എത്ര പ്രാവശ്യം കൂടെ ഉണ്ട്? വി നീഡ് ടു ടൈംസ് ദാറ്റ് വിത്ത് 4 ടൈംസാണ്. കാരണം തന്നെ നമുക്കിപ്പം കാണുന്നത് 2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു സൈഡിൻ്റെയാണ് സർഫസ് ഏരിയ കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും, ഹാഫ് ട്രയാങ്കിൾ കാണുന്നതന്നെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അത് എത്ര ട്രയാങ്കിളുണ്ട്? 4 എണ്ണം. അതുകൊണ്ടാണ് ആ 4 വരുന്നത്. 4 ഇൻറ്റു ഹാഫ് ടൈംസ് ബേസ് ടൈംസ് ഹൈറ്റ്. അപ്പം ഈ 2ഉം ഈ 2യുടെ ക്യാൻസലായി പോകുമ്പോൾ നമുക്ക് മിച്ചം തന്നെ വരുന്നത് 2BH. അങ്ങനെയാണ് ആ ഫോർമുല വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈസി വേ ടു ഡു ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, 4 ഇൻറ്റു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏത് വേണമെങ്കിലും ചെയ്താൽ ആൻസർ എപ്പോഴും മാത്സിൽ ഒന്നായിരിക്കും. സോ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. സോ ബി സ്ക്വയർ എന്ന് പറയുന്നത് ആദ്യം സ്ക്വയറിൻ്റെ ഏരിയ കാണുക. ദാറ്റ് ഈസ് സോ ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ബി സ്ക്വയർ പ്ലസ് 2BH. 2BH എങ്ങനെ കിട്ടുമെന്ന് മനസ്സിലായല്ലോ. 4 ട്രയാങ്കിളാണ് ഈ പിരമിഡിനുള്ളത്. ട്രയാങ്കിൾ ഷേപ്പിൻ്റെ ഏരിയ കാണണമെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് ടൈംസ് ഹൈറ്റ് ആണ് നമുക്കറിയാം. 4 എണ്ണം ഉള്ളതുകൊണ്ടാണ് 4 ഇൻറ്റു ഹാഫ് ടൈംസ് ബേസ് ടൈംസ് ഹൈറ്റ്. ഈ 2ഉം ആ 4 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 2BH കിട്ടി. അതിങ്ങനെയാണ് നമ്മൾ ഈ ഫോർമുലയിൽ എത്തിച്ചേർന്നത്. ബി സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ. സോ 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു
സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? 10. So 5 square എന്ന് പറയുമ്പോൾ 25. 2 into 5 is 10. 10 into 10 is 100. So finally it is 125 centimeter. That is how you will find the area. ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം കൂടെ തന്നിട്ടുണ്ട്. സ്ലാൻഡ് ഹൈറ്റ് ഈസ് 16 ആൻഡ് സൈഡ് ഈസ് 10. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ വെർട്ടെക്സിൽ നിന്നും നേരെ വരുന്ന ഇതിനാണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. എൻ്റെ കൈ വിറയ്ക്കുന്ന നിങ്ങൾക്ക് കാണാം. So it has to go straight. So slant height is 16 and side is 10. അപ്പോൾ ഈ ഫോർമുല നമ്മൾ പഠിച്ച ഈ ഫോർമുല വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ആദ്യം ചെയ്യേണ്ടത് സ്ക്വയറിൻ്റെ ലെങ്ത് നമ്മൾ സ്ക്വയർ ചെയ്യണം. സോ സർഫസ് ഏരിയ ഈക്വൽസ് എന്ന് പറയുന്നത് 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ. 2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ 100. 2 into base is 10 into height is 16. Again we are only looking at slant height. Slant height is vertex to the edge. To the middle ആണെങ്കിൽ perpendicular height ആണ്. അതെപ്പോഴും ഓർത്തോണം. കാരണം ചിലപ്പോൾ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി രണ്ട് ലെങ്ത്തും തരും. അപ്പോൾ ചില കുട്ടികൾ അത് കൺഫ്യൂസ് ആകാറുണ്ട്. സോ ബി കെയർഫുൾ. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടെക്സിൽ നിന്ന് സൈഡിലോട്ട് പോകുന്നതാണ്. സോ 100 + 2 × 10 × 16. സോ 2 × 10 ഈസ് 20. 20 + 16 ഈസ് 36. സോ 136 എന്ന് വന്നു. ഓൾറൈറ്റ്, ഇത് ഈസിയാണ് കാരണം സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട്. ഇനി ചില ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെർപെൻഡിക്കുലർ ഹൈറ്റ് തരും. അപ്പോൾ നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കണം. നമ്മളത് ഇന്നലെ പഠിച്ചായിരുന്നു, എങ്ങനെ നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കുമെന്ന്. ഇഫ് പെർപെൻഡിക്കുലർ ഹൈറ്റ് ഈസ് ഗിവൺ ടു അസ്, അതിന് നമ്മൾ യൂസ് ചെയ്തത് പൈത്തഗോറസ് തിയറമാണ്. പൈത്തഗോറസ് തിയറത്തിൽ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഇത് പഠിക്കുന്നെങ്കിൽ യു ബെറ്റർ വാച്ച് ദാറ്റ് വീഡിയോ അബൌട്ട് പൈത്തഗോറസ് തിയറം. അത് ഒരു വീഡിയോ ആയിട്ട് തന്നിട്ടുണ്ട്. അത് വാച്ച് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ബിറ്റ് ഹാർഡ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. സോ അഗെയിൻ നമുക്കിനി ഇവിടെ ഒരു പിക്ചർ കിട്ടി. നമുക്കിനി ഞാൻ പറയാൻ പോകുന്നത് ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ലെറ്റ്സ് സേ നമുക്ക് പെർപെൻഡിക്കുലർ ഹൈറ്റ് തന്നിരിക്കുന്നത്, അതായത് ഫ്രം വെർട്ടെക്സ് ടു ദി സെൻറ്റർ തന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സേ ദിസ് ഈസ് അവർ ട്രയാങ്കിൾ. എഡ്ജായിട്ട് തന്നിരിക്കുന്നത് 48 ആണ്. സോ ദിസ് ഈസ് 48. This is 48. All the four sides are 48. Perpendicular height is given as 70. So perpendicular height is given as 70. We don't know the slant height. So slant height ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർഫസ് ഏരിയ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉള്ളത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് എഴുതി വെക്കാം. So this is the triangle we have. This is slant height. We don't know. That's a question mark. This is given as 70. And we learned that we need only half the triangle, correct? We're not looking at the whole triangle. So we need half of this. So width divided by 2, that is 24. But how do we find the slant height using Pythagoras theorem? A square plus B square equals C square. A square എന്ന് പറയുന്നത് 24 square plus 70 square equals C square. 24 square എന്ന് പറയുന്നത് 576. We can put that in our calculator. Plus 7 times 7 is 49. So 4900. That gives us 5476 square. And what we need to do? We don't want that. So we take the square root of 5476 and that gives us 74. Sorry. So you can just put that in your calculator. So let's have a look. Square root of 5476, that gives you 74. So 74 is given. So now that's how we find the slant height. നമുക്കിപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് കിട്ടി.
So how to find the surface area then? Surface area എന്ന് പറയുന്നത് b square plus 2 base and height. So b square എന്ന് പറയുന്നത് 48 square plus 2 into, what's the base here? 48 into height is slant height is 74. So let's do that. So 48 square കണ്ടുപിടിക്കുക ആദ്യം. That gives us 2304 plus 2 into 48 times 74. So let's have a look. 2 times 48 times 74, that gives us 7104 altogether. So get rid of that. So that gives us 7104. So what is the final answer? So we just need to add them together. 9408. So 9408 and centimeter square. Always remember, because it's area we are finding, make sure you put the square at the end. So this is again centimeter square, this is also centimeter square. If it is given in millimeter, you make sure you put that in millimeter square. So it's surface area, the unit is always square. Square centimeter, square kilometer, square millimeter, or whichever be the unit, it must be in square. So let's have a recap. ഇന്ന് നമ്മൾ പഠിച്ചത് സർഫസ് ഏരിയ ഓഫ് റൈറ്റ് പിരമിഡ് ആണ്. ഹൗ ടു ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഹൈറ്റ് അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. സർഫസ് ഏരിയ കാണണമെങ്കിൽ നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് ആണ് ആവശ്യം, പെർപെൻഡിക്കുലർ ഹൈറ്റ് അല്ല. സർഫസ് ഏരിയ കാണുന്നതിൻ്റെ ഫോർമുലയാണ് ബി സ്ക്വയർ പ്ലസ് 2bh അല്ലെങ്കിൽ ബി സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഹാഫ് ബേസ് ടൈംസ് ഹൈറ്റ്. നൗ ഹാഫ് ബേസ് ടൈംസ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ വി നോ ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. സോ നൗ ഇവിടെ നമുക്ക് 4 ട്രയാങ്കിൾ ആണുള്ളത് ബിക്കോസ് വി ഹാവ് എ സ്ക്വയർ പിരമിഡ്. സോ സ്ക്വയറിൻ്റെ ഏരിയ കാണുന്നത് base into base അല്ലെ b square. So we just need to square it, and each triangle കാണുന്നെങ്കിൽ half times base times height into 4. That gives you the final answer. Add them up. So b square plus ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സർഫസ് ഏരിയ കിട്ടുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് b square plus 2bh ഏത് ഫോർമുല ഉപയോഗിച്ചാലും ആൻസർ സെയിം ആയിട്ട് കിട്ടും. എപ്പോഴും നോക്കേണ്ടത് തന്നിരിക്കുന്ന പിക്ചറിൽ വെർട്ടെക്സിൽ നിന്ന് നേരെ താഴോട്ട് പോകുന്നെങ്കിൽ ദാറ്റ്സ് ദ പെർപെൻഡിക്കുലർ ഹൈറ്റ്. വെർട്ടെക്സിൽ നിന്ന് സൈഡിലോട്ട് പോകുന്നെങ്കിൽ ദാറ്റ് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ്. സർഫസ് ഏരിയയ്ക്ക് നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് ആണ് ആവശ്യം, അല്ലാതെ പെർപെൻഡിക്കുലർ ഹൈറ്റ് അല്ല. അത് വളരെ കെയർഫുൾ ആയിരിക്കണം. എപ്പോഴും ഓർത്തോണം സ്ക്വയർ the value that's given for the square, and then 2 times base times height. That will give you the surface area of the whole 4 triangles. Add them up and you get, looks like it's you need to add them up and you get 136 centimeter square or millimeter square. Now if slant height തന്നിട്ടില്ല എങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം നമ്മൾ പൈതഗോറസ് തിയറി ഉപയോഗിച്ച് സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പഠിച്ച പോലെ ബേസ് സ്ക്വയർ പ്ലസ് 2bh വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നൗ പൈതഗോറസ് തിയറം ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫുൾ ട്രയാങ്കിൾ എടുക്കുന്നില്ല, വി ആർ ഓൺലി ടേക്കിംഗ് എ ഹാഫ് ട്രയാങ്കിൾ. അതുകൊണ്ടാണ് നമ്മൾ വിഡ്ത്തിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്നതിനെ ഇത് so this is just Pythagoras theorem ആയതുകൊണ്ട് നമ്മൾ we just need to put only centimeter. That's my mistake. We just need centimeter. ആ സർഫസ് ഏരിയയ്ക്ക് മാത്രം നമ്മൾ ഫൈനൽ വാല്യൂ കൊടുത്താൽ മതി. I hope that is clear, and I'll come with the next topic, and thank you for watching.